നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. താൻ എഴുതിയ 249 പുസ്തകങ്ങളും വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിക്ക് സമ്മാനിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള താൻ എഴുതിയ 249 പുസ്തകങ്ങളും വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനത്തോട് അനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. സൗഗ്രന്ഥികം എന്ന് പേരിട്ട് നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണനും തന്റെ പുസ്തകശേഖരങ്ങളും പ്രമുഖ സാഹിത്യകാരന്മാർ എഴുതിയ കയ്യെഴുത്ത് കത്തുകളും സ്കൂളിന് സമ്മാനിച്ചു. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ രാസരസിക ഉൾപ്പെടെയുള്ള ശേഖരമാണ് പായിപ്ര രാധാകൃഷ്ണൻ സ്കൂളിന് സമ്മാനിച്ചത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗവർണർ താൻ എഴുതിയ മുഴുവൻ പുസ്തകങ്ങളും ഒരു സ്കൂളിന് സൗജന്യമായി നൽകുന്നത്. തുടർന്ന് കുട്ടികളുടെ ചോദ്യങ്ങൾക്കും ഗവർണർ മറുപടി നൽകി. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും തനിമ നഷ്ടപ്പെടാത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്നും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. വരുമാനം കൊണ്ടാണ് ഞാൻ അപ്പോൾ 6 ദിവസവും അതിനകത്ത് ഒരു ദിവസം തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ കോടതി പോകാൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ഏറ്റെടുക്കുന്ന ഓരോന്നിനോടും നീതി കൊടുത്താറുള്ള നമ്മുടെ ആത്മാർത്ഥതയിലാണ്. ആ ആത്മാർത്ഥതയാണ് വാസ്തവത്തിൽ എനിക്ക് ഇത് മൂന്നും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി സ്വാഗതം ആശംസിച്ചു. യാക്കോബായ സഭ അങ്കമാലി ഫദ്രാസ് അനധിപൻ ഇബ്രഹാം മാർ സേവറിയോസ് മെത്രാപ്പൊലീത്ത, ഫാദർ ജോർജ് മാന്തോട്ടം കോറെപ്പിസ്കോപ്പ, വാർഡ് മെമ്പർ എൽദോ PK എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ബിജുകുമാർ, പ്രധാന അധ്യാപിക ജിമോൾ K ജോർജ്, PTA പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ, MPTA പ്രസിഡന്റ് രേവതി കണ്ണൻ, സ്കൂൾ ഹെഡ് ബോയ് കിരൺ സാവിയോ, ഹെഡ് ഗേൾ സംറ റഫീഖ് എന്നിവർ സംബന്ധിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന എൻഡോമെന്റുകൾ, എക്സലൻസ് അവാർഡുകൾ എന്നിവയും വിതരണം ചെയ്തു. സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു. ടീം ചാനൽ മൂവാറ്റുപുഴ.